Hello, guys. Welcome back to the newspaper analysis session brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് October 6th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ആസ് യു നോ, ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ വീക്ക്. സോ നമുക്ക് എന്തൊക്കെ ആർട്ടിക്കിൾസ് ഇന്ന് നമുക്ക് ഡിസ്കഷനിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പത്രങ്ങൾ ഇന്ന് തുറക്കുന്ന സമയത്ത് ദ ഹിന്ദു ആസ് വെൽ ആസ് ഇന്ത്യൻ എക്സ്പ്രസ് വളരെ സങ്കടകരമായിട്ടുള്ള ന്യൂസ് ആണ്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ ഏരിയയിൽ ഒരു ഡിസാസ്റ്റർ, നമ്മുടെ ഹിമാലയൻ റീജിയൻസിലെ ഇൻസ്റ്റബിലിറ്റിനെ കുറിച്ച് എല്ലാ ആഴ്ചയോടും നമ്മൾ മിക്കവാറും ആർട്ടിക്കിൾസ് കാണാറുണ്ട്. അപ്പൊ അത് വീണ്ടും ഒരു ടൊറൻഷ്യൽ റെയിൻ കാരണം അവിടെ ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ നമുക്കത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ സ്റ്റാമ്പീഡ് കാരൂറിൽ നടന്നില്ലായിരുന്നു, വിജയുടെ പൊളിറ്റിക്കൽ റാലിയിൽ. അപ്പൊ അതുമായി അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രൗഡ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളാണുള്ളത്. സർ ക്രീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഇന്നലെയും ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഏരിയ എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഇന്ന് 3 മേജർ ലീഡിംഗ് ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആക്ച്വലി ഒരു നല്ലൊരു സയൻസ് പേജിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. കോറൽ ലാർവേ ക്രയോബാങ്ക് എന്ന് വെച്ചിട്ട് അതിന്റെ ഒരു പ്രിസർവേഷന് വേണ്ടിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അത് നമ്മൾ ലീഡിംഗ് ആർട്ടിക്കിളായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് 2 പ്ലേസസ് ഇൻ ന്യൂസ് ഇന്ന് അത്ര മാത്രമേ നമ്മൾ നോക്കുന്നതായിട്ടുള്ളൂ. ബട്ട് ബിഫോർ വി ഗോ ഇൻ ടു ദ ഡിസ്കഷൻസ്, 1-2 കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, the thing is like we were having a review meeting with the mentors assigned for the Ignite course. First of all, one thing I wanted to convey is that we are very much surprised by the response for the students, because അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഏകദേശം ഒരു ഹാഫ് ദി അബവ് സബ്സ്ക്രൈബേഴ്സ് ടു ദ കോഴ്സ് ദേ ഹാവ് സബ്മിറ്റഡ് ദി ആൻസേഴ്സ്. ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. പക്ഷേ ഇനിയും എല്ലാവരും അത് ചെയ്യാനായിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ്, ബിക്കോസ് ഈ ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസ് വിച്ച് ഇസ് ആസ് പാർട്ട് ഓഫ് ദിസ് ഇഗ്നൈറ്റ് കോഴ്സ്, അത് നമ്മൾ ബാക്കി ഏതൊരു പ്രോഗ്രാമിനെക്കാട്ടിലും വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ബിക്കോസ് വി ഹവ് അസൈൻഡ് 2 mentors സ്പെഷ്യലി ഫോർ ദിസ്. അവർ പേഴ്സണലായിട്ട് 1-on-1 രീതിയിലുള്ള ഫീഡ്ബാക്ക് തരാനും ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു കീ തരാനും എന്നുള്ള രീതിക്ക് മാത്രമല്ലാതെ നിങ്ങളുടെ ഹോൾ പ്രിപ്പറേഷൻ അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 mentors ആണ് അതിനകത്ത് അസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് കൃത്യമായിട്ട് ഇഫ് യു ഹാവ് സബ്സ്ക്രൈബ് ടു ദിസ് പ്ലാൻ, യു മസ്റ്റ് റൈറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് ഏർജ് യു ടു ഡു. ബിക്കോസ് പൈസ കൊടുത്തിട്ട് വെറുതെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാതെ നിൽക്കുന്നതിനകത്ത് കാര്യമില്ല. അപ്പോൾ പഠിച്ചു തീർന്നോ, അത് എനിക്കൊന്നും അറിയില്ലല്ലോ, അങ്ങനെ ഒരു ഹെസിറ്റേഷനും പാടില്ല. ബിക്കോസ് ബിലീവ് മീ വെൻ ഐ സേ ദിസ്, you might have also learned it from the lot of the toppers videos. Answer writing is the key in this examination. അത് നമുക്ക് എത്രമാത്രം അറിയുന്നു എന്നുള്ളതിലല്ല കാര്യം, അത് എങ്ങനെ നമ്മുടെ ആൻസറിൽ എഴുതി പിടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മേജർ ഫാക്ടർ. സോ അത് നമ്മൾ എത്രയും നേരത്തെ തുടങ്ങുന്നോ അത് നല്ലതാണ്. അപ്പോൾ അത് വളരെ ഒട്ടും പീനലൈസ് ചെയ്യത്തില്ല. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇവാലുവേഷനും റെസ്റ്റ് ഓഫ് ദ തിങ്സ് ദി മെന്റേഴ്സ് വിൽ ടോക്ക് ടു യു. ബട്ട് വൺ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തത് നല്ല കാര്യം. ഇനി എഴുതാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റൈറ്റ് ആൻഡ് സബ്മിറ്റ്. എഴുതിയാൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ഉണ്ടാവുള്ളൂ. സോ പ്ലീസ് ടേക്ക് ഇറ്റ് ആസ് എ റിക്വസ്റ്റ് ഫ്രം അവർ സൈഡ് ആൻഡ് ഡു ഇറ്റ്. ഇത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഗുണമുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, when we were talking with the mentors, one of the students had asked whether we can conduct the നമ്മുടെ കറണ്ട് അഫയർ സെഷൻ ഓൺ സൺഡേസ് ആസ് വെൽ എന്നുള്ള കാര്യം. അതിൽ ബേസിക്കലി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സൺഡേയിലെ ന്യൂസ് പേപ്പർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഡിറ്റോറിയൽ ഉണ്ടാവാറില്ല, ഒപ്പീനിയൻസ് ഉണ്ടാവാറില്ല, ഓപ്പൺ പേജും ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ മേജർലി നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് അനാലിസിസ് സെഷനാണ് വിച്ച് റിവോൾവ്സ് അറൌണ്ട് ദീസ് 2 topics. ഇതിനകത്ത് ദ ഹിന്ദുവിൽ മേജർലി വരുന്നത് ആ സൺഡേസിൽ ലാസ്റ്റ് ഒരു പ്രൊഫൈൽ എന്നൊരു പേജ് ഉണ്ടാവും, FAQ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാവും, വേറെ അവർ ആ ആഴ്ചയിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻഡ് പോലത്തെ ഒരു സംഭവം കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഹിന്ദുവിൽ തന്നെ വരാത്ത കുറച്ച് അവർ മേ ബി ദേ വിൽ റിസർവ് സം ഇൻസിഡൻസ് ഫോർ ദി ഈ സൺഡേയിലെ FAQ പേജ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം വേണ്ടി നമ്മുടെ ഒരു ക്ലാസ് എടുക്കുന്നതിനകത്ത് വലിയൊരു ഇത് ഉണ്ടാവില്ല. കുറേ പൊളിറ്റിക്കൽ ന്യൂസും ലോക്കൽ ന്യൂസും ഒക്കെയാണ് സൺഡേ പേജിൽ വരാറുള്ളത്. യു ക്യാൻ റീഡ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ മാത്രമല്ല, ഞങ്ങൾക്ക് സൺഡേ ഒരു ദിവസം മാത്രമേ അവധി കിട്ടാറുള്ളൂ. ഒരു ദിവസം ഞങ്ങളൊന്ന് അവധി എടുത്തോട്ടെ. ബട്ട് ഡോണ്ട് വറി, ബിക്കോസ് മോസ്റ്റ്ലി മൺഡേസിൽ ഞാനായിരിക്കും വരുന്നത്. ഐ ക്യാൻ അഷ്വർ യു പേഴ്സണലി ദാറ്റ് മൺഡേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ റീഡ് ബോത്ത് ദി സൺഡേസ് ആസ് വെൽ ആസ് മൺഡേസ്. ഹിന്ദുവിലെ കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെ സൺഡേയിൽ നോക്കാറില്ല. പക്ഷേ ദ തിങ് ഇസ് ലൈക്ക് നമ്മൾ സിൻസ് വി ആർ കവറിംഗ് ദി ഹിന്ദു ആസ് വെൽ ആസ് ഇന്ത്യൻ എക്സ്പ്രസ് ഓൺ ഓൾ ദി 6 days ഓഫ് ദ വീക്ക്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേജർ ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്യും. അപ്പോൾ മേ ബി ചിലപ്പോൾ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു FAQ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വി വുഡ് ഹാവ് കവേർഡ് സംവെയർ എൽസ് ഇൻ ദി
ആ ഒരു വീക്കിനകത്ത് നമ്മൾ എക്സ്പ്ലെയിനിൽ കവർ ചെയ്തിട്ടുണ്ടാകും. എടുത്ത കാര്യം തന്നെ വീണ്ടും എടുക്കുന്നതിനകത്ത് കാര്യമില്ല. അതുകൊണ്ടാണ് സൺഡേ എടുക്കാത്തത് കേട്ടോ. സോ വി ജസ്റ്റ് വാണ്ടഡ് ടു അഡ്രസ് ദിസ് ടു ദാറ്റ് പേഴ്സൺ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. സോ ബി അഷ്വേർഡ്, നമ്മൾ സൺഡേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ നമ്മൾ വരുന്ന വീക്സിൽ, ആ ഒരു സബ്സിക്വന്റ് വീക്കിൽ വരുന്നതിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ അത്ര മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നു. നമുക്ക് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ദ ഡിസാസ്റ്റർ ഇൻ ദി ഡാർജിലിംഗ് റീജിയനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പേപ്പർ ഇന്ന് ഹിന്ദുവിലും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു കട്ടിംഗ് ആണ് വെച്ചേക്കുന്നത്. ബിക്കോസ് ഇതിനകത്ത് എന്താ പറയുക, അതിനകത്ത് വലിയൊരു ഇൻഫർമേഷൻ ഒന്നല്ലായിരുന്നു ഇത് ഹിന്ദുവിനകത്ത്. ഇതിനകത്ത് നല്ലൊരു പടം കൂടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റർബിംഗ് ആണ്, പക്ഷേ പടം ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് കിട്ടുന്നു മാത്രം. സോ 20 killed as rains landslides hit ഡാർജിലിംഗ് ഹിൽസ്. ഡാർജിലിംഗ് എന്ന് പറയുന്നത് ദ ക്വീൻ ഓഫ് ഹിൽസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് നമ്മളത് കാണപ്പെട്ട് വരുന്നത്. ഈ ഡാർജിലിംഗ് റീജിയൻ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടുത്തെ മാപ്പ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇതാണ് വെസ്റ്റ് ബംഗാൾ റീജിയൻ. ആ വെസ്റ്റ് ബംഗാൾ റീജിയന്റെ നോർത്തേൺ മോസ്റ്റ് സിക്കിമിനോട് ചേർന്നിട്ടുള്ള ഒരു പാർട്ടിലാണ് നമ്മൾ ഈ ഡാർജിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് റെയിൻസ്, ഇൻസെസന്റ് ആയിട്ടുള്ള റെയിൻസ്, എസ്പെഷ്യലി ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള റെയിൻസ് ഉണ്ടായി. അപ്പോൾ അത് കാരണം ഈ ഒരു വലിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുകയും ഒരുപാട് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. 20 പേരോളം മരണപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇത് ബേസിക്കലി ഇത് എങ്ങനെയാണ് നടക്കുന്നത്, ലാൻഡ് സ്ലൈഡ്സും ബാക്കിയുള്ള ഈ ടൊറൻഷ്യൽ റെയിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് പർട്ടിക്കുലർലി എന്താണ് റീസൺ എന്നുള്ളത് പറയുന്നതാണ്. ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ ആണ്. ദാറ്റ് വി കൻ സി. പറഞ്ഞതുപോലെ ദ ക്വീൻ ഓഫ് ദി ഹിൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡാർജിലിംഗിലാണ്. ഇറ്റ് ഹാസ് ബീൻ എന്താ പറയുക, ഡെവസ്റ്റേറ്റഡ് ബൈ ദി ഹെവി റെയിൻസ് വിച്ച് ടുക്ക് സെവറൽ ഹ്യൂമൻ ലൈഫ്സ്. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതിയാണ് എന്താ പറയുക, അത് ആക്ച്വലി അവിടെ തന്നെ ഈ IMD മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവരൊരു ഇത് പറഞ്ഞിരുന്നു, എക്സെപ്ഷണലി ഹെവി റെയിൻഫോൾ വാർണിംഗ് കൊടുത്തിരുന്നു. പക്ഷെ ആ വാർണിംഗിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക റെയിൻഫോളിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ റെയിൻഫോൾ അവിടെ കിട്ടി. ദിസ് കോൺസെൻട്രേറ്റഡ് ഡൗൺപോർ ഓഫ് 6 hours ഡിസ്ട്രോയ്ഡ് ദ ദൂദിയ ബ്രിഡ്ജ് ഓവർ ദി ബലസോൺ റിവർ വിച്ച് ലിങ്ക്സ് സിലിഗുറി ടു ദി ടൗൺ ഓഫ് മിറിക് എന്ന് പറയുന്നത്. സിലിഗുറി ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഞാനത് വഴിയെ പറയാം. അപ്പോൾ ഈ ദൂദിയ ബ്രിഡ്ജിന് ഉള്ള കാര്യമാണ്, ദൂഹിയ ബ്രിഡ്ജിന്റെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രിഡ്ജാണ് ഇപ്പോൾ ബ്രോക്കായി പോയേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ മേജർ ബ്രിഡ്ജ് ദാറ്റ് കണക്ട്സ് സിലിഗുരി എന്ന് പറയുന്ന ഒരു സ്ഥലം. സിലിഗുരി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സിലിഗുരി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് നമ്മൾ സിലിഗുരി കോറിഡോർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ സിലിഗുരി കോറിഡോർ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഈ സിലിഗുരി കോറിഡോറിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ചിക്കൻ നെക്ക് എന്ന് നമ്മൾ പറയും. സിലിഗുരി കോറിഡോർ, അതിന് നമ്മൾ ചിക്കൻ നെക്ക് എന്നും പറയാറുണ്ട്. ഈ ചിക്കൻ നെക്ക് നമുക്കറിയാമല്ലോ, കോഴിയുടെ നെക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര ചെറുതായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യനെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് കണക്ട് ചെയ്യുന്ന വളരെ ചെറിയൊരു ലാൻഡ് ഏരിയയാണ്. കാരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേപ്പാളാണ് ഈ ഒരു ഏരിയനകത്ത്, പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഏരിയ മാത്രമേ ലാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളൂ. ഇഫ് അറ്റ് ഓൾ സംതിങ് ഹാപ്പൻസ് ഇൻ ദാറ്റ് റീജിയൻ വെയർ വി ലൂസ് അവർ കൺട്രോൾ, നമ്മൾ ദ ഹോൾ ഓഫ് ദി നോർത്ത് ഈസ്റ്റ് വിൽ ബി കട്ട് ഓഫ് ഫ്രം ദി മെയിൻലാൻഡ് ഇന്ത്യ. അപ്പൊ മെയിൻലാൻഡ് ഇന്ത്യനെയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെയും കണക്ട് ചെയ്യുന്ന വളരെ നാരോ ആയിട്ടുള്ള ഏകദേശം ഒരു 20 to 22 കിലോമീറ്റേഴ്സിന്റെ ആ ഒരു വിഡ്ത്ത് മാത്രമേ ആ ഒരു റീജിയൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കോറിഡോറിനെയാണ് നമ്മൾ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ബ്രിഡ്ജാണ് തകർന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് റീജിയൻ ആൻഡ് അതിന്റെ റീസൺസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനകത്ത് ആക്ച്വലി ദിസ് ഇസ് നോട്ട് ലൈക്ക് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഇറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഏജസ്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് 1900s സ്റ്റാർട്ടിങ് മുതൽ 1899 അത് മുതൽ മാസീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. 1968 ഇപ്പൊ നമ്മൾ ഒക്ടോബറിൽ കാണുന്നത് പോലെ ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ലാസ്റ്റ് ഉണ്ടായത്. റീസെന്റ് 2011-15 ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 1968 ഇസ് ലൈക്ക് കുറെ കൂടെ റിസംബ്ലൻസ് ടു വാട്ട് ഹാപ്പൻഡ് 2-3 days ബിഫോർ ഒക്ടോബർ 3-ാം തീയതി നടന്നത് അതുപോലെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ദി എൻവയൺമെന്റ് റിപ്പോർട്ട് 1991 ഇതിനകത്ത് പറയുന്നത് തന്നെ 1902 മുതൽ 1978 വരെ there were 9 cloud burst occurrences in the Teesta Valley. ആ റീജിയനാണെന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ഫോർ സംവെയർ ടു യൂസ് ലൈക്ക് മീൻസ്. നമ്മൾ എപ്പോഴും ഹിമാലയന്റെ ഇൻസ്റ്റബിലിറ്റി റീജിയൻ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു ഡേറ്റ നമുക്ക് എവിടെയെങ്കിലും ഒരു എക്സാമ്പിളിന്റെ ഒരു പോയിന്റിനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ആഡ്സ് വാല്യൂ ടു യുവർ ആൻസർ. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക്
ഇതിനകത്തൊരു ജസ്റ്റ് ഒരു ബുക്കിൽ അവിടുത്തെ ഒരു ചീഫ് ജസ്റ്റിസ് എഴുതിയ ഒരു മെമ്മോറാണ് പറയുന്നത്. അത് ആക്ച്വലി ആവശ്യമില്ല, അതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് അവിടെ ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്ന് 2-3 റീസൺസ് 4-5 റീസൺസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായിരിക്കും നമ്മൾ മേജറായി നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് അബൌട്ട് ദി പോപ്പുലേഷൻ ഇൻ ദ ഹിൽ ഏരിയ ഹാസ് ഇൻക്രീസ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലക്സ് ഫ്രം ദ പ്ലെയിൻസ് ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ്. നമുക്കറിയാം ഒരുപാട് ബംഗ്ലാദേശി ഇമിഗ്രൻസ് ആ റീജിയനിലേക്ക് വരാൻ നമ്മൾ കണ്ടു. ബംഗ്ലാദേശുമായിട്ട് തൊട്ടടുത്താണ് കിടക്കുന്നത്. മാത്രമല്ല ഒരുപാട് പേര് വെസ്റ്റ് ബംഗാളിൽ ജോലി തേടും. നമ്മൾ ബംഗാളീസ് ഇവിടെ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ബംഗാളിലും വേറെ നെയ്ബറിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് ആൾക്കാർ പോകാറുണ്ട്. നേപ്പാളിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആൾക്കാർ പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻഫ്ലക്സ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹസ് പുട്ട് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ലാൻഡ്. അപ്പോൾ ഈ ഒരു ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ബൈങ് സ്പ്രീ, അതായത് ആൾക്കാർ കൂടുന്തോറും ഒരു ലാൻഡ് ഭൂമി മേടിക്കും, പ്രോപ്പർട്ടീസ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇതൊരു വലിയൊരു സ്പ്രീ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ ദാറ്റ് ഹാസ് റെക്കോർഡഡ് മെറ്റാമോർഫിക് ചേഞ്ചസ് ഇൻ ദ ലാസ്റ്റ് 3 decades. ലാസ്റ്റ് ഒരു 30 വർഷമായിട്ട് ആ ഒരു ഏരിയ മൊത്തത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറാനായിട്ട് ആ ഒരു പോപ്പുലേഷൻ ഇൻക്രീസ് ആണ് അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. രണ്ടാമത്, നമ്മൾ എല്ലാ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നത് പോലെ ക്ലൈമറ്റ് ചേഞ്ച് ആണ് വില്ലൻ. അപ്പോൾ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചിന്റെ വേറൊരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. സെക്കൻഡ്ലി, ദ ഇമ്പാക്ട് ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ച് ഹസ് ബീൻ ക്വയറ്റ് ഡിസ്റ്റിങ്ക്ട്ലി വിസിബിൾ. കാരണം ഈ ഒരു ടൈമിൽ അവിടുത്തെ ഒരു റീജിയനിൽ ഫെയർലി എന്താ പറയുക സ്പ്രെഡ് ആയിരിക്കും അവിടുത്തെ ഒരു റെയിൻഫോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ ഇറ്റ് ഹസ് ബിക്കം മോർ ഇന്റൻസ് ആൻഡ് ഇൻസെസെന്റ്. അതായത് ഭയങ്കര പെട്ടെന്നും ഫ്രീക്വൻസിയും കൂടുതലാണ്, എന്താ പറയുക ആ ഒരു റെയിൻഫോളിന്റെ ഇന്റൻസിറ്റിയും കൂടുതലാണ്. ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും ലോക്കലി അതിനെ വിളിക്കുന്നത് മുഷാൽധാരെ വർഷ എന്നാണ്. ഇന്റൻസീവ് റെയിൻഫോളിനെയാണ് മുഷാൽധാരെ വർഷ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് റീപ്ലേസ് ദി ട്രഡീഷണലി സ്റ്റഡി ആൻഡ് സ്മൂത്ത് മൺസൂൺ ഷവേഴ്സ്, സവനായി ജാരി എന്ന് പറയുന്നത്. ഈ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇത് മുഷാൽധാര വർഷ എന്നുള്ളത് ഇന്റൻസീവ് റെയിൻഫോൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ നല്ലത്. വേറെ ജസ്റ്റ് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് ആണ് ഇതിനകത്ത് പ്രൊനൗൺസ്ഡ് ആയിട്ട് വരുന്നത്. ഒന്ന് പോപ്പുലേഷൻ ഇൻക്രീസ്, അത് കാരണം അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രോപ്പർട്ടീസും ലാൻഡും അവിടുത്തെ ലാൻഡ് യൂസ് പാറ്റേൺസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പ്ലസ് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴത്തേക്കും അവിടെ കുറെ കൂടെ ഇന്റൻസീവ് ആൻഡ് ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ള റെയിൻഫോളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ആ ലാൻഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ കൂടി, ലൈക്ക് അതിന്റെ കപ്പാസിറ്റിനെ കാട്ടിലും കൂടുതലായി മാറുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ തേർഡ്ലി, റിവേഴ്സ് ആൻഡ് ഈ ജോറാസ് എന്ന് പറയുന്ന സ്ട്രീമാണ്, അവിടുത്തെ നോർത്ത് ഇന്ത്യൻ നെയിമാണ്. ദേ ഹാവ് ഷോഡ് അൺപ്രസിഡന്റഡ് കോഴ്സ് ചേഞ്ചസ് ദെയർ ബൈ ജനറേറ്റിംഗ് ന്യൂ പാത്സ് ഫോർ ദി ഹൈഡ്രോളജിക്കൽ ഫ്ലോസ് എന്നുള്ള കാര്യമാണ്. ലൈക്ക് അവിടുത്തെ നമുക്ക് എന്താ പറയുക ആ ഒരു സ്ട്രീംസിനകത്ത് അതിന്റെ കോഴ്സ് ചേഞ്ച് ആകും തോറും അതിന്റെ മൊത്തത്തിൽ ആ ഒരു ഡെമോഗ്രഫി തന്നെ മാറാനായിട്ടുള്ള ആ ഒരു റീജിയനിലേക്കുള്ള ഒരു എന്താ പറയുക ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെ ഒരുപാട് സ്ഥാനത്തിൽ മാറും. അപ്പൊ ആ രീതിയിൽ ഒരു പുതിയ വഴി തുറന്നു കിട്ടുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെ മാറുന്നത് കൊണ്ട് അതും ഒരു ഫാക്ടറായി വരുന്നത്. ദിസ് ക്യാൻ ബി ആക്ച്വലി റിലേറ്റഡ് ടു ദി ക്ലൈമറ്റ് ചേഞ്ച്. പക്ഷെ നാച്ചുറലിയും ഇത് സംഭവിക്കാവുന്നതാണ് ഈ ഒരു കോഴ്സ് ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ അൺപ്രസിഡന്റ് റേറ്റിൽ വരുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടാണ്. പിന്നെ നാലാമതായിട്ട് പറയുന്നത് ഹെവി ആൻഡ് അൺസ്യൂട്ടബിൾ ആൻഡ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്. ഇതൊരു വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ പല ആർട്ടിക്കിൾസ് ഇതിനെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഹിമാലയൻ റീജിയനിൽ നമ്മൾ ഡെവലപ്മെന്റ് വേഴ്സസ് എക്കണോമി വേഴ്സസ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഇത് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ കൂടുതലും വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ് ഫോർ ദി എന്താ പറയുക അവിടുത്തെ പീപ്പിളുടെ ലൈഫ് സ്റ്റൈലും കുറച്ചുകൂടെ ബെറ്റർ ആവാനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അവിടുത്തെ എക്കോളജിക്കൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും 1-4 പ്രാവശ്യം ആലോചിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി കണ്ടെത്തി മിനിമൽ ഇമ്പാക്ട് കൊണ്ടുവരുന്ന രീതിക്ക് വേണം കൊണ്ടുവരേണ്ടത്. പക്ഷെ അങ്ങനെ അൺസസ്റ്റൈനബിൾ ആയിട്ട് ഇപ്പൊ ഡെവലപ്മെന്റ് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിലൊന്നും ആലോചിച്ച് ചെയ്യാതെ വെറുതെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുന്നത്. ഐ മീൻ മാസീവ് ഓൺസ്ലോട്ട് ഉണ്ട്, ലിമിറ്റഡ് ക്യാരിങ് കപ്പാസിറ്റി. നേരത്തെ പറഞ്ഞില്ലേ ക്യാരിങ് കപ്പാസിറ്റി മൊത്തം ആ ഒരു ലാൻഡിന് താങ്ങാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡെവലപ്മെന്റ്സും പോപ്പുലേഷനും ഒക്കെ വരുമ്പോഴത്തേക്കും പ്രഷർ ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഓഫ് ദ ലാൻഡ് ഇൻക്രീസ് ചെയ്യും. അത് കാരണമാണ് ഈ ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് ഈ ഒരു എന്താ പറയാ നമ്മള് സെറ്റിൽമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ സെറ്റിൽമെന്റ്സ് ഒക്കെ റിവേഴ്സ് ഒക്കെ എൻക്രോച്ച് ചെയ്ത് അതിന്റെ ബാങ്ക്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സിൽറ്റേഷൻ നടന്ന് അത് എന്താ പറയുക റിവേഴ്സ് ഒക്കെ ക്ലോഗിങ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ചെയ്ത് ഫ്ലഡിങ് ഒക്കെ ഉണ്ടായി. ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയത്ത് ലാൻഡ് ഇൻസ്റ്റേബിൾ ആവുകയും പിന്നെയും ലാൻഡ് സ്ലൈഡ്സ് വരികയും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒന്നിനൊന്നിനെന്ന് പറഞ്ഞ് ഇങ്ങനെ ട്രിഗർ ചെയ്താണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ട്രാജഡീസ് അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ റീസൺസ് കേട്ടോ. ഒരു 5 റീസൺ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഏതൊരു മെയിൻ ആൻസറിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന റീസൺ ആണ്. യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ഇഫ് യു ആർ ടേക്കിംഗ് അപ്പ് നോട്ട്സ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ കേട്ടിരുന്നാൽ മതി. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ് ബീങ് സെയ്ഡ്. അപ്പൊ പിന്നെ നമുക്ക് ഇതിനകത്തൊരു എന്താ പറയാ നമുക്കൊരു കോട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെയിൻസ് ആണ്. പ്രിലിംസ് കാര്യത്തിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആര് എന്നുള്ള കാര്യം. മേ ബി ഓപ്ഷൻസ് വന്നേക്കാം. എന്താ പറയാ നമുക്ക്
ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരും, വേറെ ഏതെങ്കിലും മിനിസ്ട്രി തരും. അപ്പൊ അതൊന്നുമല്ല, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് എർത്ത് സയൻസസ് എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം. പക്ഷെ അതൊന്നുമല്ല, ഇസ്രോ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ പ്രിപ്പയർ ചെയ്യുന്നത് ISRO ആണ് എന്നുള്ള കാര്യം ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ആ ഒരു റിപ്പോർട്ടിന്റെ പ്രകാരം ഡാർജിലിംഗ് വാസ് റാങ്ക്ഡ് 35th ഇൻ ദ എന്താ പറയുക എക്സ്പോഷർ അമംഗ് ദി 147 ഡിസ്ട്രിക്ട്സ് എന്നുള്ള കാര്യം. അപ്പൊ ഡാർജിലിംഗിന്റെ ഇത് ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം, ലാൻഡ്സ്ലൈഡ് പ്ലോൺ ആണെന്നുള്ള കാര്യം ആ റിപ്പോർട്ട്സിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട്സിലൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. 2023 ഒരു GLOF ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു കോൺസെപ്റ്റ് ആണ്. നമ്മളത് ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ GS ക്ലാസ്സസിൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി കവർഡ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കാര്യത്തിനകത്ത് നമ്മളിത് GLOF ഇറ്റ് ഇസ് ഫ്രീക്വന്റ്ലി ഒക്കറിങ്, അപ്പോൾ നമ്മളിത് എന്തായാലും കവർ ചെയ്യും. അതല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ എടുക്കാം കേട്ടോ. അപ്പോൾ GLOF ഒരു എന്താ പറയുക പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫ്ലഡ് പോലെ കണ്ടാൽ മതി. അൺപ്രസിഡന്റഡ് രീതിയിലുള്ള ഒരു സംഭവമാണ് അത്. ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ഔട്ട്ബേസ്റ്റ് ആകുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. അത് ഇതേപോലെ ഒരു ഇത് തന്നെയാണ്. അത് കാരണം തന്നെ ലാൻഡ്സ്ലൈഡിലും അപ്പലാഞ്ചേഴ്സും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ സിക്കിമിലാണ് അത് നടന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ട്രിഗർഡ് ബൈ ദി ലോണാക് ലേക്ക് ബ്രീച്ച് ആൻഡ് ഇറ്റ് വാസ് എംഫാറ്റിക്കലി വാണ്ട് അബൌട്ട്. ഈ ഒരു 2001 ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതാണ് ഇതിനകത്ത് പറയുന്നത്. ആ 2001 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിനകത്ത് അത് പറഞ്ഞിരുന്നു ആ ഒരു GLOF ഇൻസിഡൻസിന്റെ ഇഷ്യൂസ്. മേ ബി ദ GLOF term may not be used, അതിപ്പോൾ റീസെന്റ് പാർലൻസിൽ വരുന്നതാണ്. പക്ഷെ അതൊരു വാർണിംഗ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ദിസ് വാസ് നോട്ട് ടേക്കൺ അപ്പ്. ആ ഒരു വാർണിംഗ് ഉണ്ടായിട്ട് ഇപ്പൊ ഇതിനകത്ത് ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിനകത്ത് പറഞ്ഞതുപോലെ പ്രോൺ ആണെന്ന് പറഞ്ഞിട്ടും വാട്ട് സ്റ്റെപ്സ് ഹാവ് യു ടേക്കൺ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഓൺലി ക്ലെയിം ദ ലൈഫ്സ്. അവിടെ ഒരു ചങ്താങ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സിറ്റി പ്രോജക്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഡെവലപ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട്, അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ്. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ ചങ്താങ് ഒരു ഹൈഡ്രോ പവർ നടക്കുന്നുണ്ടായിരുന്നു. 1200 മെഗാവാട്ടിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അത് മൊത്തത്തിൽ തന്നെ ഇല്ലാതായി. ആ ഒരു GLOF ഉണ്ടായ സമയത്ത് അതുവരെ കൺസ്ട്രക്ട് ചെയ്ത ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് റുപ്പീസിന് നഷ്ടം വന്നു. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൈഡ് ഇൻ ദാറ്റ് ഇൻസിഡന്റ്. അപ്പോൾ ഡിസ്ട്രോയ്ഡ് സെവറൽ പബ്ലിക് ആൻഡ് മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ഉള്ള കാര്യം. അപ്പോൾ ഇത് ഏകദേശം കണ്ടില്ലേ, ഏകദേശം 25,000 കോടിയോളം രൂപ ആ ഒരു ടൈമിനകത്ത്, ഓൾമോസ്റ്റ് 60% ഓഫ് ദി GDP ഓഫ് സിക്കിം ഇറ്റ് വാസ് ലോസ്റ്റ് ഡ്യൂ ടു സച്ച് ഇൻസിഡൻസ് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് പ്രോജക്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം ഇതൊക്കെ എന്ത് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ ഈ രീതിയിൽ ഇതിന്റെ ആ ഒരു ടൈമിലുണ്ടായ ഒരു ടെയിൽ എൻഡ്, അതായത് ആ ഡിസ്ട്രക്ഷൻ സിക്കിമിലല്ലായിരുന്നു. സിക്കിം നമ്മൾ കണ്ട മാപ്പിൽ ഇതിന്റെ മേളിലാണ് നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ഡാർജിലിംഗ് ഇതിന്റെ മേളിലാണ് ഈ സിക്കിം കാണുന്നത്. അപ്പൊ അവിടെ ഉണ്ടായ ഡിസാസ്റ്റർ അതിന്റെ ടെയിൽ എൻഡ് എന്നുള്ള രീതിക്ക് ഡാർജിലിംഗിലും ജൽപായ്ഗുരി ഡിസ്ട്രിക്റ്റിലും വെസ്റ്റ് ബംഗാൾ ഇത് വന്നിരുന്നു. പക്ഷെ ഈ ഒരു നേച്ചർ ഇങ്ങനെ തൊട്ട് വരുന്നു. അപ്പൊ അവിടുത്തെ ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ ആക്ഷൻ ഇസ് നീഡഡ്, ഹൗവർ സീരിയസ്ലി ലാക്കിംഗ് ഇസ് ദി അർജൻസി ഇൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. എന്താ പറയുക, ഈ ഒരു ഇഷ്യൂസ് ടാക്കിൾ അപ്പ് ചെയ്യാൻ രണ്ട് ഗവൺമെന്റ്സും അധികം സ്റ്റെപ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസൈഡ്സ് ദ റിലേറ്റീവ്ലി വീക്കർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, ദർ ഇസ് നോ പ്രൊഫഷണൽ ഏജൻസി ടു ഹാൻഡിൽ സച്ച് ഡെവസ്റ്റേഷൻസ്. എല്ലാ കാര്യങ്ങളും ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ് റെസ്പോൺസിബിൾ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ. പക്ഷെ ചില കാര്യങ്ങൾ നീഡ്സ് എ പ്രൊഫഷണൽ ഏജൻസി വിച്ച് ക്യാൻ ലുക്ക് അപ്പ് ഓൺ ടു ദാറ്റ് ആൻഡ് ടേക്ക് നെസസറി മെഷേഴ്സ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഇസ് നീഡഡ്. അപ്പൊ അതില്ല. മാത്രമല്ല മുനിസിപ്പാലിറ്റീസും പഞ്ചായത്തും ഒക്കെ അവർക്ക് ദേ ഡോണ്ട് ഹാവ് ദ നോളജ് ഓർ സ്കിൽസ് ടു ഹാൻഡിൽ സച്ച് എ ഡിസാസ്റ്റർ നോർ ദി ഫണ്ട്സ്. അതായത് നോളജും ഇല്ല, ഫണ്ട്സും ഇല്ല. ഇത് രണ്ടും ഇല്ലാത്ത സമയത്ത് ദേ ആർ ആക്ച്വലി ഹെൽപ്ലെസ് to tackle such incidents. So the center or the state government, they have to come up to the stage and make the take measures to prevent such incidents എന്നുള്ള കാര്യമാണ്. ബിക്കോസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റീസ് ഒക്കെ ആദ്യം ഈ ഹിൽ റീജിയനിൽ 1860s സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആൻഡ് ദേ വേർ ലൈക്ക് എക്സാമ്പിൾസ് ഓഫ് സൗണ്ട് ഗവർണൻസ്. പക്ഷേ സാഡ്ലി ദിസ് ഇസ് നോട്ട് ദ കേസ് റൈറ്റ് നൗ. ഒരു സിംപ്ലി നമ്മുടെ അവിടുത്തെ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പോലും കൃത്യമായിട്ട് നോക്കാനായിട്ട് അവിടുത്തെ മുനിസിപ്പാലിറ്റീസിന് പറ്റുന്നില്ല. സോ ഒരു ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ അതിനകത്ത് കണ്ടുവരുന്നത്. അപ്പോൾ ഈ രീതിയിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെ വലിയൊരു റീസൺ ആണ് ട്രിഗറിങ് ഓൾ ദീസ് ഇൻസിഡൻസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്ട് ദേ ഹാവ് ട്രിഗർഡ് പൊട്ടൻഷ്യൽ ആൻഡ് വെരി എന്താ പറയുക നാഷണൽ സെക്യൂരിറ്റി റാമിഫിക്കേഷൻസ് വരുന്ന ഇഷ്യൂസ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഡാർജിലിംഗിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബിക്കോസ് നമുക്കറിയാവുന്ന പോലെ ഡാർജിലിംഗിലെ ഫേമസ് ആയിട്ടുള്ള ടീ ആണ്. ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ആന്റി മലേറിയ ഡ്രഗ്സ് ക്വിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അത് ജസ്റ്റ് നോർത്തേക്ക്
won't be coming for films, I guess. പക്ഷേ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അവിടുത്തെ ഇമ്പോർട്ടൻസ്. പിന്നെ മൗണ്ട് കാഞ്ചൻജുങ്ക ആ ഒരു റീജിയനിലുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ടൂറിസം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ആൻഡ് ഇതൊരു ഹിസ്റ്റോറിക്കലി ക്രൂഷ്യൽ ബാസ്റ്റിയൻസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സ്. അപ്പോൾ നമ്മുടെ ടൂറിസം വഴിയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫോറിൻ എക്സ്ചേഞ്ച്, പുറത്തുള്ള ഡോളർ കാശും പുറത്ത് കൺട്രീസിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ദിസ് ഇസ് ഡബ്ലി എഫക്റ്റഡ് ബൈ ദി ഇറോഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്നുള്ള രീതിക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ എന്ത് ചിക്കൻ സ്നെക്ക് എന്നുള്ളത് സിലിഗുരി കോറിഡോറിന്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ദേ ഹാവ് ടു ടേക്ക് ദി നെസസറി സ്റ്റെപ്പ് ഇൻ എന്താ പറയുക ഈ ഒരു റീജിയനെ സെക്യൂർ ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പോൾ അത്രയാണ് ഈ ആർട്ടിക്കിൾ മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഇത് ഇന്നലെ ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, FAQ പേജിനകത്ത് ഹൗ ഇന്ത്യ ഇസ് റെസ്പോണ്ടിങ് ടു ക്രൗഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ മേജർലി കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വൈ വി ടുക്ക് ദിസ് ടോപ്പിക് ഇസ് ബിക്കോസ് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ, ബിക്കോസ് നമ്മൾ ഒരുപാട് എന്താ പറയുക കുറേ കാര്യങ്ങൾ എന്തിനോ വേണ്ടി നമ്മൾ പഠിക്കാറൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പലപ്പോഴും നമ്മളൊരു എന്താ പറയുക ലൈഫ് സ്കില്ലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമുക്കറിയില്ല. ഒരു സ്നേക്ക് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നടക്കാമോ, അതിനെ കെട്ടിവെക്കാമോ, അങ്ങനെ ഇപ്പോൾ ആർക്കെങ്കിലും ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ CPR എങ്ങനെ കൊടുക്കുന്നത്, അപ്പോൾ ഇങ്ങനത്തെ പല ലൈഫ് ഹാക്സും പലർക്കും അറിയില്ല. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ക്രൗഡ് ഈ ഒരു സ്റ്റാമ്പേഡ് ഇൻസിഡൻസ് ദേ ഹാവ് ബീൻ ഗോയിങ് അറൗണ്ട് ലോട്ട്. അപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ RCB ജയിച്ച സമയത്ത് അവിടുത്തെ ആ ഒരു റോഡ് ഷോ നടക്കുന്ന സമയത്ത് അതൊരു വലിയൊരു രീതിയിൽ ഇതായി. ഇപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആയിട്ട് ഇഷ്യൂ അപ്പോളജി ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ലോസ്റ്റ് ദിയർ ലൈഫ്സ്. അതുപോലെ പല സ്ഥലത്ത് കുംഭമേള നടക്കുന്ന സമയത്തുണ്ടായിരുന്നു, ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു, അതൊക്കെ ആർട്ടിക്കിൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ കരൂരിൽ നമ്മുടെ ആക്ടർ വിജയ് വെൻ ഹി വാസ് കണ്ടക്ടിങ് ദ റാലി അപ്പോൾ ഉണ്ടായ സംഭവം. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ ദിസ് ഫസ്റ്റ് പാർട്ട്. കരൂരിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയാം നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങളൊക്കെ. ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരു വരാനായിട്ട് ഒരു പ്ലേസ് അവർ ചോദിച്ച പ്ലേസ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ദി ആർട്ടിക്കിൾ സെയിങ് ദാറ്റ് കുറെ കൂടെ വേറൊരു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നടത്തുന്ന സ്ഥലം തന്നെയാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ കൊടുത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ സമയത്തിന് വന്നില്ല. അപ്പോൾ വൈകും തോറും ആൾക്കാരുടെ നമ്പർ കൂടി വന്നു തുടങ്ങി. അപ്പോൾ വൺസ് വെൻ ഹി റീച്ച്ഡ് അബൌട്ട് ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം വന്ന സമയത്ത് അവിടുത്തെ ഒരു കൺജഷൻ കാരണം അദ്ദേഹത്തിന് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെൻ വേർ ഹി വാസ് സപ്പോസ് ടു അഡ്രസ് ആ ഏരിയയിലേക്ക് വരാൻ തന്നെ വീണ്ടും ഒരു 1.5 മണിക്കൂർ എടുത്തു. അത്രയും കൺജഷൻ ആയിരുന്നു. അപ്പോൾ ആ അദ്ദേഹത്തിന്റെ വെഹിക്കിൾസ് പോകുന്ന സമയത്തൊക്കെ ഓൾറെഡി അവിടെ ഫിൽഡ് ആണ്. അതിനിടയ്ക്ക് ആ വെഹിക്കിൾ പോകാൻ വേണ്ടി ആൾക്കാർ പുഷ് ചെയ്ത് മാറ്റുമ്പോൾ വീണ്ടും കൺജഷൻ കൂടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വെൻ ദി ഫൈനലി ആ ഒരു എന്താ പറയാ ഈ ഒരു പരിപാടി ഒക്കെ തുടങ്ങിയ സമയത്ത് ഈ ആൾക്കാർ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇദ്ദേഹം വരും എന്ന് പറയാനാണ് ഓർഗനൈസേഴ്സ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം വന്നത് 7 മണി സമയത്താണ്. അപ്പൊ അത്രയും നേരമായിട്ട് കഴിക്കാതെയും ഒക്കെ ഈ വെയിലത്തൊക്കെ നിന്നിട്ട് ആൾക്കാർ ഫെയിന്റ് ചെയ്ത് തുടങ്ങി. അദ്ദേഹം വിജയ് അവിടെ നിന്ന് പോയി. വിജയ് ഷുഡ് ഹാവ് ആക്ച്വലി വിത്ത് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ വൈ ഹി വെന്റ് ടു ചെന്നൈ ഓൾ സഡൻലി എന്നുള്ള കാര്യത്തിനകത്ത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിബേറ്റ്, ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. വി ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു കോൺട്രവേഴ്സീസ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇന്ത്യ ഹാസ് ഡൺ ടു മാനേജ് ദ ക്രൗഡ്സ് എന്നുള്ള കാര്യമാണ്. ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് BPRD ദേ ഹാവ് പബ്ലിഷ്ഡ് മോസ്റ്റ് റീസെന്റ് ജൂൺ 2025 ഇപ്പോൾ 3 മാസം മുന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. കോംപ്രിഹെൻസീവ് ഗൈഡ് ലൈൻസ് ഓൺ ക്രൗഡ് കൺട്രോൾ ആൻഡ് മാസ് ഗാദറിംഗ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം. നിങ്ങൾ ഇതുമായിട്ട് ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ BPRD's ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് 2025 എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഈ സ്റ്റാമ്പേഡ് റിലേറ്റഡ് ആർട്ടിക്കിൾസിൽ ഒരു ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആഡ് എ ലോട്ട് ഓഫ് വാല്യൂ ടു യുവർ ആൻസർ ബിക്കോസ് ഇറ്റ് ഈസ് റിലീസ് റീസെന്റ്. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങൾ അത് കോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു സബ്സ്റ്റാൻഷ്യൽ അതോറിറ്റേറ്റീവ് സോഴ്സ് കോട്ട് ചെയ്യുന്നത് പോലെയാവും. അപ്പോൾ ദീസ് ഗൈഡ് ലൈൻസിന്റെ പ്രകാരം സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്രൗഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഓൾ ദി സ്റ്റേറ്റ് ആൻഡ് as well as the central government, they have to look for police, the law enforcement agencies, they are emphasizing on the scientific crowd control management. National Disaster Management Authority NDMA എന്ന് നമ്മൾ പറയും. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവർ ഉടനെ ഇപ്പോഴൊന്നും റിലീസ് ചെയ്തതല്ല. ആ ഒരു വെന്യൂസിലും മാസ് ഗാദറിംഗ്സിലും ഒക്കെ എന്ത് ചെയ്യാമെന്ന് 2020 വന്ന ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് റിസ്ക് അസസ്മെന്റ്, ഡീറ്റെയിൽഡ് സൈറ്റ് ലേഔട്ട് പ്ലാൻസ്, പ്രീ ഡിറ്റർമൈൻഡ് ഇൻഗ്രസ് ആൻഡ് എഗ്രസ് റൂട്ട്സ്. ഇത് വേറെ ഒന്നുമല്ല, എക്സിറ്റും എൻട്രിയും. ഈ എക്സിറ്റും എൻട്രിയും ഒക്കെ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെക്കണം. ദ മോർ ദി നമ്പർ ഓഫ് എക്സിറ്റ്സ് ദ ലെസ് വിൽ ബി ദ കാഷ്വാലിറ്റി. കാരണം നമുക്കിപ്പോൾ എക്സിറ്റ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് മാറി പോകും. പക്ഷെ നമ്മൾ സ്ട്രീറ്റിലൊക്കെയാണ് നടത്തുന്നുണ്ടെങ്കിൽ എവ്രി സൈഡ് ഇസ് ബ്ലോക്ക്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ വലിയ നിങ്ങളിപ്പോൾ പരിപാടിയിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ഒരു കരൂർ ഇൻസിഡന്റ് നടക്കുന്നതിന് മുന്നേ വിജയ് ഹാഡ് കണ്ടക്ടഡ് വെരി ബിഗ് മാനാട് എന്ന് പറയും, ഒരു വലിയൊരു ഗ്യാതറിംഗ്. അതിനകത്ത്
ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു അതിനകത്ത് വന്നിരുന്നത്. ഇത്രയും പേരുണ്ടായിട്ടും അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ല, ഇങ്ങനെയൊന്നും ഇൻസിഡന്റ് ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു കാരൂരിൽ ഇങ്ങനെ സംഭവിച്ചു. അതിന് വൺ ഓഫ് ദ റീസൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റേ സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു മധുരയിലാണെന്ന് തോന്നുന്നു, ആ ഒരു മാനാടിൽ ഒരുപാട് എക്സിറ്റ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും ആൾക്കാർ തള്ളി മാറ്റി കഴിഞ്ഞാൽ എക്സിറ്റിൽ പുറത്തിറങ്ങിയാൽ മതി. ഇത് അങ്ങനല്ല. ഇത് ഒരു ഭയങ്കര, ഇതിനകത്ത് പറയുന്ന ഒരു ടേം ഉണ്ട്, ലൈക്ക് ക്രൗഡ് ഡെൻസിറ്റി. ആ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റില്ല, ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുമാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് ഈ പ്രീ ഡിറ്റർമൈൻഡ് ഇൻഗ്രസ് ആൻഡ് എക്സ്പ്രസ് റൂട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്, ഇതൊക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഒരുപാട് ഇൻസിഡൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ന്യൂഡൽഹിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആക്ച്വലി ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരുപാട് സ്റ്റാമ്പേഡ് പോലത്തെ ഒരു ഇത് നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ഒരുപാട് മാനുവൽസ്, അവരുടെ റെയിൽവേ തന്നെ അവരുടെ മാനുവൽസ് അപ്ഡേറ്റ് ചെയ്തു. ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഹോൾഡിംഗ് ഏരിയാസ്, അവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പേഴ്സൽ സോൺസ് ഒക്കെ അവരുണ്ടാക്കി. ക്രൗഡ് മോണിറ്ററിംഗ് കുറെ കൂടെ സീരിയസ് ആക്കി. പക്ഷേ ഇതൊന്നും തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ലോ ബാക്കിംഗ് ഉള്ള സാധനമല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷറാണ് എന്നുള്ള രീതിക്കാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റേറ്റുകൾ എന്തൊക്കെയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്? നമ്മുടെ ഈ ബംഗളൂരിൽ നടന്ന ഇൻസിഡന്റ് ആണ് ഈ RCB ജയിച്ചതിന് ശേഷം. അപ്പോൾ അവിടുത്തെ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് അതിനുശേഷം കർണാടക ഗവൺമെന്റ് ദേ ഇൻട്രൊഡ്യൂസ് ദ ബിൽ, ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ് ഓഫ് ദി ക്രൗഡിംഗ് ബിൽ, ക്രൗഡ് കൺട്രോൾ ബിൽ ഓഫ് കർണാടക ഗവൺമെന്റ്. അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ വേണ്ടി കേട്ടോ. അപ്പൊ ഇതിനകത്ത് അത് പൊളിറ്റിക്കൽ റാലീസ് ആയാലും കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും ഇതിനകത്തൊക്കെ ഇത് കവർ ചെയ്യും. അതിനകത്ത് ദേ ഫിക്സ് ദി റെസ്പോൺസിബിലിറ്റി ഓൺ ദി ഓർഗനൈസേഴ്സ്. അത് നമുക്ക് പറയാവുന്ന കേസാണ്. ലൈക്ക് നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഈ കർണാടക ഗവൺമെന്റ് ബില്ല് ഇറ്റ് എൻവിസേജസ് fixing the responsibility in the organizers എന്നുള്ള പോയിന്റ്. It also empowers the district magistrates, അതായത് കളക്ടേഴ്സിനെ, to cancel and redirect events, regulate the use of loudspeakers, and he or she can impose the fines and also etc. അപ്പോൾ പവേഴ്സ് എന്നുള്ള രീതിക്ക് എംപവർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള നടപടി എടുക്കാനായിട്ട്. ആൻഡ് അതിന്റെ ഓർഗനൈസേഴ്സിനെതിരെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നടന്നത് എന്തുകൊണ്ടാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ മറ്റേതാണോ ഇതാണെന്നൊക്കെ പറഞ്ഞ് കാരൂരിൽ നടന്ന ഇൻസിഡന്റിന് ശേഷം വന്നില്ലായിരുന്നു. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓർഗനൈസേഴ്സ് ഷുഡ് ടേക്ക് നോട്ട് ഓഫ് ദിസ് ആൻഡ് ദേ ഹാവ് ടു പ്രീ പ്ലാൻ എന്നുള്ളതാണ് ഈ ഒരു ലോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്, ഗുജറാത്തിലുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ആ ഒരു കാൽക്കുലേറ്റിംഗ് അവർ കുറെ കൂടെ ടെക്നിക്കലാണ്. അതായത് സൈറ്റിന്റെ കപ്പാസിറ്റി പ്ലാൻ ചെയ്യുക, ഈ പ്ലാനിങ് ദിസ് എക്സിറ്റ്സ്, ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എൻട്രീസ് ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഒരുപാട് നമ്പർ അതിനെ പറ്റുന്നത്ര കൂട്ടുക, ട്രെയിനിങ് ദ വോളണ്ടിയേഴ്സ്, എൻഷുറിംഗ് ദാറ്റ് ദി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ആംബുലൻസ് എവറിത്തിങ് ഇസ് അവൈലബിൾ എന്നുള്ള കാര്യമൊക്കെ. മാത്രമല്ല ഉത്തരാഖണ്ഡിൽ, ഹരിദ്വാർ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിൽ അവിടെ ഒരു മാനസി ദേവി ടെമ്പിൾ, അവിടെ ഉത്തരാഖണ്ഡിൽ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായി. അപ്പൊ അതിനുശേഷം മേജർ ആയിട്ടുള്ള ടെമ്പിൾസിലൊക്കെ അവർ ചെയ്യണം എന്നൊക്കെ വന്നു. പിന്നെ നമുക്ക് ഈ ആക്ച്വലി UP കുംഭമേളയുടെ സമയത്ത് ഇതുണ്ടായ സമയത്ത് നമുക്ക് മഹാകുംഭമേള നടക്കുമ്പം ഈ മഹാരാഷ്ട്രയിൽ ഈ നാസിക് ത്രിംബകേശ്വർ ഏരിയയിലും ആക്ച്വലി ഒരു സംഭവമുണ്ട്, കുംഭമേളയുടെ ഒരു പാർട്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഡേ ടു എന്താ പറയാ വേറൊരു സ്റ്റാൻഡ്, ലൈക്ക് ഒരു പ്രിയംറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അവിടുത്തെ കുറെ കൂടെ അർബൻ പ്ലാനിങ്ങിന്റെ ഒക്കെ കുറച്ച് നോംസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തിയിട്ടായാലും അവിടുത്തെ കാര്യങ്ങൾ ക്രൗഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടെമ്പററി എങ്കിലും ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്ന രീതിക്കുള്ള ഒരു ബില്ലൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതിനകത്ത് കാര്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു ലോ ബാക്കിംഗ് ആയിട്ടുള്ള കാര്യമല്ല. ഈവൻ ദോ ചില സ്റ്റേറ്റ്സ് ലോ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടു ഏതൊരു സ്റ്റേറ്റിലായാലും ഒരു സ്പെസിഫിക് മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ലെവൽ ഇനിഷ്യേറ്റീവ്സ് ദേ ഹാവ് ഓൾസോ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ എ സ്പെസിഫിക് ഇൻസിഡൻസ്. ഉത്തരാഖണ്ഡിലെ സ്റ്റാമ്പേഡ്, RCBയുടെ ആ ഇഷ്യൂ നടന്നപ്പോഴത്തേക്കും, കർണാടകയിലെ വേറൊരു കുംഭമേള നടന്നപ്പോഴത്തേക്കും, നമ്മുടെ മഹാരാഷ്ട്രയിൽ ഇതൊക്കെ ഓരോ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ now it is time to enforce a scientific crowd control measures through the whole of India, because ഇത് ഇനി എപ്പോൾ വേണം നടക്കാം. നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ആയി വരികയാണ്, നമ്മുടെ ഈ പോലത്തെ പബ്ലിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ലാൻഡിനകത്തുള്ള നമ്മുടെ ഒരു പ്രഷർ കൂടി വരികയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ് കൊണ്ടുവരണം. അത് എന്താണ് ഈ സയന്റിഫിക് ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ്? അവിടെയാണ് ഈ ആർട്ടിക്കിളുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സേഫ്ലി ആ ഒരു ക്രൗഡിനെ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് പോകണം, ഡിപ്പെൻഡിങ് ആൻഡ് കൺട്രോളിങ് ഇറ്റ്സ് ഡെൻസിറ്റി ആൻഡ് സൈഡ് സ്റ്റെപ്പിംഗ് ദി ഹസാർഡസ് ഫ്ലോ ഓഫ് പാറ്റേൺസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഏകദേശം ഒരു 5% പെർ സ്ക്വയർ മീറ്റർ എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റഡീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ റിസ്ക് ഓഫ് ഡെഡ്ലി ക്രഷ് that escalates when the density approaches 5%. 5ൽ കൂടുതൽ ആൾക്കാർ പെർ സ്ക്വയർ മീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ എസ്കലേറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? നമ്മുടെ ടെക്നോളജിക്കൽ ഡ്രോൺസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, അതിന്റെ ടെക്നോളജി ഇപ്പൊ വന്നിട്ടുണ്ട്, എത്ര ഡെൻസിറ്റി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വലിയ ക്രൗഡ്സിൽ ഈ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യണം.
അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് കമ്മിങ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ വൺ പോയിന്റ് ഇസ് യൂസ് ഓഫ് ടെക്നോളജി ടു മെഷർ ദി ഡെൻസിറ്റി ആൻഡ് അതിനനുസരിച്ച് ക്രൗഡ് മാനേജ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്, ക്രൗഡ് ഷുഡ് നെവർ ബി ചാനൽഡ് ഇൻ ടു ബോട്ടിൽ നെക്സ് ആൻഡ് സ്ലോപ്സ്. അതായത് വലിയ ക്രൗഡിനെ ഒരു ചെറിയ ഏരിയയിലേക്ക് കടത്തിവിടരുത്. ആ ഫ്ലോ ഓഫ് ദി ക്രൗഡ് ആ രീതിയിലേക്ക് പോകരുത്. അതിനെ ആ ക്രൗഡ് മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് ദിസ് വിൽ മാഗ്നിഫൈ ആൻഡ് ഡീസ്റ്റെബിലൈസ് ദി മൂവ്മെന്റ്. ആൻഡ് മൂവിംഗ് ക്രൗഡിനകത്ത് ഇൻഡിവിജ്വൽസ് ആർ advised to move in a diagonal fashion towards the less denser edges. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മറ്റേ ചവിട്ടി കയറി എന്നുള്ള രീതിക്ക് മറ്റേ വീണിട്ടൊന്നും അല്ല കൂടുതൽ മരിക്കുന്നത്. കംപ്രസീവ് എക്സ്ഫിക്സിയ, അതായത് ശ്വാസം കിട്ടാതെ രീതിയിൽ ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലാതപ്പം നമുക്ക് ശ്വാസം മുട്ടിയാണ് കൂടുതൽ മരണങ്ങളും ഉണ്ടാകുന്നതെന്നാണ് സ്റ്റഡീസ് കണ്ടെത്തിയേക്കുന്നത്. അപ്പോൾ ഡയഗണലി നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി കംപ്രസീവ് സാധനങ്ങൾ ഇല്ലാതെയാവും. അപ്പോൾ ഞാനും നിങ്ങളും ആയാലും എന്തെങ്കിലും ഒരു ക്രൗഡിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയഗണലി മൂവ് ചെയ്യാനായിട്ട് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യണം. അതൊക്കെ വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രായോഗികമായിട്ട് അതൊരു എന്താ പറയാ ആക്ടിവിറ്റിയിൽ നമ്മൾ അത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പൊ ആൻഡ് ദി ഫോർ ആംസിനെ ചെസ്റ്റിനുമായിട്ട് ചേർത്ത് പിടിക്കുക, ബ്രീത്തിങ് സ്പേസ് കൊണ്ടുവരിക, മെയിൻറ്റെയിൻ എ ബാലൻസ് വിത്ത് ദി സ്റ്റാഗറിംഗ് ഫുട്ടിങ്. അതായത് നമ്മൾ വീണ് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കാലൊക്കെ അടർത്തി ഒരു സ്റ്റാഗറിംഗ് മെയിലൊക്കെ നമ്മൾ പോവാം. വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇനി ഇൻ കേസ് വീണ് കഴിഞ്ഞാൽ ഇഫ് യു ആർ നോക്ക് ഡൗൺ, റോളിംഗ് ടു ദ സൈഡ് ആൻഡ് ഷീൽഡിംഗ് ദ ഹെഡ് ആൻഡ് നെക്ക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് എണീക്കാൻ നോക്കണം, പക്ഷേ ആ സമയത്ത് തലയും നെഞ്ചും ഒക്കെ പിടിച്ചിട്ട് നമ്മൾ ക്രഷായി പോയി, ബോൺ ക്രഷായി പോയി കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല. അതുപോലെ തലയ്ക്ക് എന്തെങ്കിലും ചവിട്ടോ ഇടിയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും. ഈ രീതിയിലൊക്കെ ചെയ്യുക. ആൻഡ് ഫൈനലി അവോയ്ഡ് ദി റിജിഡ് ബാരിയേഴ്സ് വേർ പ്രഷർ അഗൻസ്റ്റ് ദി ബോഡീസ് ക്യാൻ റൈസ് ഡേഞ്ചറസ്ലി. സോ സ്റ്റെപ്പിംഗ് ഇൻ ടു ദി റിട്രീ, അതായത് എന്തെങ്കിലും സാധനം കളഞ്ഞു പോയി, ഫോൺ കളഞ്ഞു പോയി അന്നും ആ സമയത്ത് നമ്മൾ പോയി തപ്പാനായിട്ട് നിൽക്കരുത്. ഇറ്റ് മസ്റ്റ് ബി അവോയ്ഡഡ് സിൻസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് വേവ്സ് ഓഫ് ടർബുലൻസ്. ഒരാൾ കുനിയാൻ നിന്ന് അയാളുടെ മേളിൽ തട്ടി വീണ് കഴിഞ്ഞാൽ ഒരു 10 പേര് വീണ്ടും തട്ടി വീഴും, മൊത്തത്തിൽ എല്ലാവരും കൂടെ വീഴും, അതൊരു വലിയൊരു വേവ് ഓഫ് ടർബുലൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഇന്നും ഇപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം, ബട്ട് വി ഹാവ് ടു ഡിസ്കസ് ദി ടോപ്പിക്സ്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കി പോവാം. അടുത്തൊരു ആർട്ടിക്കിലേക്ക് നമുക്ക് പോവാണ്. ഇതൊരു സർ ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വന്നതാണ്. ഇന്നലത്തെ ഹിന്ദുവിലും പേപ്പറിലും വന്നിരുന്നു, ഇന്ന് ഇന്ത്യൻ എക്സ്പ്ലെയിനിലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇന്നൊരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. ഈ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇന്നലത്തെ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. ഐ വാസ് ജസ്റ്റ് ഇൻക്ലൂഡിംഗ് ദിസ് ബിക്കോസ് നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയൽ നമ്മൾ എടുക്കാറില്ല, ബിക്കോസ് ഇന്നലത്തതിനകത്ത് ഇപ്പൊ ഇതാണ് ഇന്നലെ വന്ന ആർട്ടിക്കിൾ. ഇന്നലെ വന്ന ആർട്ടിക്കിളായിരിക്കും ഐ വുഡ് നോട്ട് ഹാവ് ഇൻക്ലൂഡ് ദാറ്റ് എഡിറ്റോറിയൽ. പക്ഷേ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ രണ്ടിലെ ബെസ്റ്റ് ഓഫ് ദി ആർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിന്റെ ആവശ്യമേ ഉള്ളൂ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു സർ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇത് ബേസിക്കലി നമ്മുടെ ഇപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ, ഗുജറാത്ത് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ആ ഗുജറാത്തും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ, നമ്മൾ റാൻ ഓഫ് കച്ച് ഏരിയയിലാണ് ഇത് ബേസിക്കലി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ സ്മോൾ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് എവിടം തൊട്ടാണ് ഇന്ത്യക്കും എവിടം തൊട്ടാണ് പാകിസ്ഥാനും എന്നുള്ള കാര്യത്തിനകത്താണ് ഈ ഡൗട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇറ്റ് ഇസ് ഇൻ എ ലോങ് ഹിസ്റ്ററി. അത് മഡി ആയിട്ടുള്ള ഒരു മാർഷ് ലാൻഡ് ആണ്. അപ്പോൾ അതൊരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ ആൾതാമസവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നേരത്തെ ഇതിന്റെ ഒരു പേര് ബാൻഗംഗ എന്നുള്ളതായിരുന്നു. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആവാം. ബാൻഗംഗ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള സംഭവം, അത് സർ ക്രീക്ക് ഏരിയയിലാണ്. അപ്പോൾ ഇതിന്റെ ഇഷ്യൂ ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ടു ദി ബ്രിട്ടീഷ് ടൈം. നമ്മുടെ ഒരു ബോംബെ പ്രസിഡൻസിയുടെ പാർട്ടായിരുന്നു ഈ ഒരു സർ ക്രീക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പാർട്ടീഷന് ശേഷം അതൊരു സിന്ധിന്റെ പാർട്ടായിട്ടാണ് ആക്ച്വലി ഇത് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു വൺ ഓഫ് ദി റീജിയൻ സിന്ധ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിന്ധ് റീജിയൻ പാകിസ്ഥാനാണ്, ഈ ഒരു റീജിയനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേസമയം ഈ കച്ച് റീജിയൻ നമ്മുടെ ഗുജറാത്തിന്റെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും പാകിസ്ഥാൻ ക്ലെയിംസ് ദി എൻറ്റയർ ഓഫ് ദി ക്രീക്ക് റീജിയൻ. ബിക്കോസ് ഒരു 1914 ബോംബെ ഗവൺമെന്റ് ഓർഡർ വെച്ചിട്ട് അത് സിന്ധിന്റെ പാർട്ടായിട്ടാണെന്ന് പറയുന്നത് കൊണ്ട് അവരൊരു ഗ്രീൻ ലൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ ലൈൻ എഫക്റ്റീവ്ലി പ്ലേസിംഗ്, അതായത് പാകിസ്ഥാൻ ഫോളോസ് ദ ഗ്രീൻ ലൈൻ which effectively places the creek in the Sindh region. പക്ഷേ ഇന്ത്യ പറയുന്നത് ഒരു മിഡ് ചാനൽ പ്രിൻസിപ്പിൾ ഉണ്ട്, താൽബെക് പ്രിൻസിപ്പിൾ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. താൽബെക് പ്രിൻസിപ്പിൾ 2 ആർട്ടിക്കിൾസിനകത്ത് ഞാൻ കണ്ടു. താൽബെക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിസ്കസ്ഡ് ഇൻ റിലേഷൻ ടു വാട്ട് എന്നുള്ള കാര്യം ചോദിക്കാം, അത് എന്താണെന്നുള്ള കാര്യം പ്രിലിംസിന് ചോദിക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയുന്നത് വേറൊന്നുമല്ല, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ബോർഡർ ബിറ്റ്വീൻ ദ 2 nations ഷെയറിംഗ് എ നാവിഗബിൾ വാട്ടർ വേ ഷുഡ് റൺ അലോങ് ദി ഡീപ്പസ്റ്റ് ചാനൽ. ഈ രീതിയിൽ താൽബെക് പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ആക്ച്വലി ഒരു സേ ഉണ്ട്. സർ ക്രീക്ക് ബിക്കംസ് നാവിഗബിൾ ഡ്യൂറിംഗ് ദ ഹൈ ടൈഡ് ആവുന്ന സമയത്ത് നാവിഗബിൾ അല്ലാത്ത സമയത്ത് ഒരു മാർഷി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് ഇന്ത്യ പറയുന്നത് അത് എന്താ പറയുക, ഇന്ത്യക്ക് ഒരു ലൈൻ പറയുന്നുണ്ട്, റെഡ് ലൈൻ, അതിന്റെ പാർട്ടായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് നാവിഗബിൾ അല്ലാന്ന്. യൂഷ്വൽ ബോർഡർ ഇഷ്യൂസ് എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ, ഈ ഗ്രീൻ ലൈൻ ആണ് ബോർഡർ ക്ലെയിംഡ് ബൈ ദി പാകിസ്ഥാൻ ആൻഡ് ഡിസ്പ്യൂട്ടഡ് ബൈ ദി ഇന്ത്യ. അവർ ഈ പറയുന്ന ആ ഒരു നേരത്തെ ആ ഒരു ഇത് വെച്ചിട്ട് സിന്ധിന്റെ പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും റീജിയൻ അവർക്കാണ് സ്വന്തം എന്നുള്ള രീതിക്ക്, ഇൻക്ലൂഡിങ് ഈ ഒരു സ്പേസ് കാണുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു.
ഈ ഒരു സ്പേസ് മൊത്തം പാകിസ്ഥാനാണെന്നാണ് ആ ഗ്രീൻ ലൈൻ വെച്ച് പറയുന്നത്. പക്ഷേ ഇന്ത്യ പറയുന്നത് റെഡ് ലൈൻ വരെ ഞങ്ങൾക്ക് ആക്സസ് ഉണ്ട്, ഞങ്ങളാണ് അതിന്റെ ഒരു ഇത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. റെഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് ആ താൽവെക് പ്രിൻസിപ്പൾസ് THALWG അത് വെച്ചിട്ട് ആ ഒരു ഡീപ്പസ്റ്റ് ഓഫ് ദ ഏരിയ വരെ നമുക്ക് ഇന്ത്യക്ക് സ്വന്തമാണ് എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പോൾ ഗ്രീൻ ലൈൻ റെഡ് ലൈൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, ആ ഒരു റീജിയൻ എവിടെയാണെന്നുള്ളത് നോക്കി വെക്കുക. ബിക്കോസ് ഇതിനകത്ത് കുറച്ച് ഇക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ബേസിക്കലി ഇഷ്യൂ വന്നിരിക്കുന്നത് ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവിടെ കുറച്ച് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഹി മെൻഷൻ ദാറ്റ് പ്ലേസ് എന്ന കമന്റ് ഒരു അഡ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ഏരിയനകത്ത് നമ്മുടെ മാരിടൈം ബൗണ്ടറി സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പാർട്ടാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടും നമ്മുടെ ഫിഷിംഗ് ഏരിയ, ഈ രണ്ട് കാര്യത്തിനകത്തൊക്കെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള എക്കണോമിക്കലി പൊട്ടൻഷ്യൽ ഒരു ഏരിയ ആണ്. ഈ ഫിഷിംഗിന് ഇഷ്യൂ കാരണം ഇതിപ്പോൾ ആരുടെ പ്രശ്നമാണ്? കാരണം അത് ബോർഡർ അൺഡിമാർക്കേറ്റഡ് ആണ്. ഇന്ത്യയിലാണോ പാകിസ്ഥാനാണോ എന്ന് അറിയത്തില്ല. പക്ഷെ അവിടുത്തെ ഫിഷിംഗ് ആൾക്കാർ ഫിഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ പാകിസ്ഥാനിൽ പോകുമ്പോൾ അവർ അറസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഫിഷേഴ്സ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇന്ത്യ അറസ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരുപാട് അൺഡിമാർക്കേറ്റഡ് ആയിട്ടുള്ള ബൗണ്ടറി ആയതുകൊണ്ട് ഒരുപാട് ഇഷ്യൂ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേജർ ആയിട്ടുള്ള രണ്ട് പോർട്ട് ഉണ്ട്, മുന്ദ്ര ആൻഡ് കണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും ആ ഒരു ഗൾഫ് ഓഫ് കച്ച് റീജിയനിലാണ്, ഈ ഒരു ഏരിയയ്ക്ക് അടുത്താണ്. അപ്പൊ അവിടെ ഒരു മിലിറ്ററി ബിൽഡപ്പ് ബൈ പാകിസ്ഥാൻ ക്യാൻ ബി ഡെട്രിമെന്റൽ ടു അവർ സ്ട്രാറ്റജിക് പോർട്ട്സ്, മേജർ പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഇന്ത്യ അതിന് വിട്ടുകൊടുക്കാൻ കാര്യം ആവുന്നില്ല. ആൻഡ് വൺസ് ഈ പാകിസ്ഥാൻ ആർമി ചീഫ് ഹസീൻ മുനീർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ത്രെറ്റൻഡ് ഓയിൽ സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ദി ഓയിൽ റിഫൈനറി ഇൻ ദി ജാംനഗർ നോട്ട് ഫാർ ഫ്രം ദ റീജിയൻ. അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും ആ ഏരിയ ഇന്ത്യയുടെ കൺട്രോൾ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സ്പ്ലെയിൻ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഐ ജസ്റ്റ് ഇൻക്ലൂഡ് ദിസ് ആർട്ടിക്കിൾ ഓൾസോ. വേറെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആക്ച്വലി ഒന്നും പറയുന്നില്ല, എന്തുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സ് എന്നുള്ള കാര്യം, അതെന്ത് ഈ ക്ലിയർ ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് ഫിഷർമെന്റെ ഇഷ്യൂസ് വരുന്നു എന്നുള്ള കാര്യം, ഇതൊക്കെ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ബിക്കോസ് ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ താൽവെക് പ്രിൻസിപ്പൾ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട്. വേറെ കൂടുതലൊന്നുമില്ല. ദോസ് ഹു ഹാവ് ആക്സസ് ടു ദ PDF യു ക്യാൻ റീഡ് ഇറ്റ് ഫോർ യുവർസെൽഫ്. ഓക്കെ. പിന്നെ നമുക്ക് ചെറിയൊരു ന്യൂസ് വരുന്നുണ്ട്, കോറൽ ലാർവേ ക്രയോബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു, കോറൽ ബ്ലീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കോറൽ ബ്ലീച്ചിങ്ങിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനൊരു റെമഡിയബിൾ മെഷറായിട്ട്, ഒരു കൺസർവേഷൻ മെഷറായിട്ട് ഫിലിപ്പൈൻസിൽ ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ്, ഇത് നിങ്ങൾക്ക് മെയിൻസിൽ നിങ്ങളുടെ എവിടെയെങ്കിലും ആൻസേഴ്സ് ലൈക്ക് ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ നോട്ട് ചെയ്യുന്ന ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഫിലിപ്പൈൻസിന്റെ കോറൽ ലാർവേ ക്രയോബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു protect the threatened reefs. It will freeze and preserve the coral larvae. ഈ കോറൽ ലാർവേ എന്ന് പറയുന്നത് കുറച്ച് സ്മോൾ ആൻഡ് സ്വിമ്മിംഗ് ആയിട്ടുള്ള സീഡ്സ് ഓഫ് കോറൽസ് ആണ്. അതിന് ഭയങ്കര ലോ ടെമ്പറേച്ചറിൽ അത് ഫ്രീസ് ചെയ്ത് വെക്കും. സോ ദാറ്റ് ആ ഒരു റിട്രീവ്ഡ് ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനം, ഇതിനകത്ത് ഒരു യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു വാക്കുണ്ട്, ജനറ്റിക് ഇൻഷുറൻസ് പോളിസി ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കോറൽ സാധനത്തിന്റെ പ്രൊട്ടക്ടിംഗ് ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ദ കോറൽസ് വിച്ച് വിൽ ബി അതർവൈസ് ലോസ്റ്റ് ഡ്യൂ ടു ദി ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, സീ ലെവൽ റൈസ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. കോറൽ ബ്ലീച്ചിങ് ഉണ്ടാവുന്നു. അതുവഴി ജനറ്റിക്സ് നഷ്ടപ്പെടാതിരിക്കാൻ ആ ഒരു കോറൽ ലാർവേനെ പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള സാധനം. അപ്പൊ ഇത് ബേസിക്കലി ഇപ്പൊ ചെയ്യുന്നത് കോറൽ ട്രയാങ്കിൾ. അപ്പൊ ഈ കോറൽ ട്രയാങ്കിൾ എവിടെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. കോറൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആമസോൺ ഓഫ് ദി സീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ഓഫ് ഇന്തോനേഷ്യ, മലേഷ്യ, പപ്പുവ ന്യൂഗിനിയ, ഫിലിപ്പൈൻസ്, പിന്നെ സോളമൻ ഐലൻഡ്സ്, ഇതൊക്കെ ഈ നമ്മുടെ ഒരു പസഫിക് ഓഷ്യന്റെ ഒരു പാർട്ടിലാണ് നമ്മുടെ ഈ റീജിയൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ റീജിയനിൽ ദ ട്രയാങ്കിൾ ഇസ് ഹോം ടു മോർ ദാൻ 3/4 ആണ് ഇതിന്റെ മീനിങ്. 3/4 ഓഫ് ദി വേൾഡ്സ് കോറൽ സ്പീഷീസ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ കോറൽ ട്രയാങ്കിൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. ആൻഡ് ദ തേർഡ് ഓഫ് ഓൾ ദ റീഫ് ഫിഷസ്, വാസ്റ്റ് മാംഗ്രോവ്സ്, 6 of the 7 മറൈൻ ടർട്ടിൽസ്, 6 മറൈൻ ടർട്ടിൽസും അവിടെ കാണപ്പെട്ടു വരുന്നുണ്ട്. മാത്രമല്ല മോർ ദാൻ 120 മില്യൺ പീപ്പിളുടെ ഒരു ലൈവ്ലിഹുഡ്സും ആ ഒരു ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഗ്രോയിങ് ആയിട്ടുള്ള കാർബൺ എമിഷൻസും അതിന്റെ ആക്സിലറേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണം കോറൽ ബ്ലീച്ചിങ് ഒക്കെ ഉണ്ടാവുന്നു. അതുവഴി ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ വരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇത് ഒരു നല്ലൊരു റിപ്പോർട്ട് വിച്ച് യു ക്യാൻ കോട്ട് ഇൻ യുവർ മെയിൻസ് ആൻസർ. ഇതൊക്കെ പറയാതെ പോകണം, ലൈക്ക് സമയമായി, പക്ഷേ സ്റ്റിൽ ഐ ഡോണ്ട് വോണ്ട് ടു സ്കിപ്പ് ബിക്കോസ് ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോയിന്റ് ആയിരിക്കും. സ്റ്റാറ്റസ് ഓഫ് കോറൽ റീഫ്സ് ഇൻ ദ വേൾഡ് 2020 റിപ്പോർട്ടിനകത്ത് പറയുന്നത് ദ പ്ലാനറ്റ് ഹസ് ഓൾറെഡി ലോസ്റ്റ് 14% ഓഫ് ദി കോറൽസ് ബിറ്റ്വീൻ ആ ഒരു ലാസ്റ്റ് 2 decades 2009 മുതൽ 2018 വരെ. ആൻഡ് സയന്റിസ്റ്റ് ഹാവ് വാണ്ട് ദാറ്റ് ആ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ടാർഗറ്റ് നമ്മൾ ലിമിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 90% ഓഫ് ദി കോറൽസ് ദാറ്റ് ആർ
ലിവിങ് കവർ ദാറ്റ് കുഡ് ബി ലോസ്റ്റ് ബൈ 2050 എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ 2047 ഇന്ത്യ വികസിത് ഭാരത് എന്ന് നമ്മൾ പറയണം. അങ്ങനെയാണ് നമ്മൾ എൻവിസേജ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ 90% ഓഫ് ദി കോറൽസ് ഓഫ് ദി വേൾഡും ഡിസ്ട്രോയ് ആവുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. ആൻഡ് ഓഷ്യൻ ടെമ്പറേച്ചേഴ്സ് ആണ് ഈ ഒരു കോറൽ ലീവ്സിന്റെ ഡേഞ്ചറസ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നുള്ള കാര്യമാണ് UNEP പ്രോഗ്രാം പറയുന്നത്. അങ്ങനെയാണ് ഫിലിപ്പൈൻസ് ഇസ് പ്രിപ്പയറിംഗ് ദി ടു ഹോസ്റ്റ് സൗത്ത് ഏഷ്യാസ് ഫസ്റ്റ് കോറൽ ലാർവേ ക്രയോ ബാങ്ക്. അപ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ദേ വിൽ ഫ്രീസ് ആൻഡ് പ്രിസർവ് ദി കോറൽ ലാർവേ. ഇറ്റ് ഇസ് യൂസ് ടു റിവൈവ് ആൻഡ് ഡാമേജ് ദി റീഫ്സ്, പ്രൊട്ടക്ടിംഗ് ദി ജനറ്റിക് ഡൈവേഴ്സിറ്റി. അവർ നെറ്റ്വർക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു ടേം നമ്മൾ നോക്കണം. ദേ ആർ ഡിസ്ക്രൈബിംഗ് എ ടെക്നിക് കോൾഡ് വിട്രിഫിക്കേഷൻ. വിട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാർവേസ് ആർ എക്സ്പോസ് ടു സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് സൊല്യൂഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു വിട്രിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ബിഫോർ ബീങ് പ്ലഞ്ച്ഡ് ഇൻടു ദി ലിക്വിഡ് നൈട്രജൻ. ഈ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫ്രീസിംഗിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് സൊല്യൂഷനിൽ വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റാപ്പിഡ് കൂളിംഗ് എൻഷുവേഴ്സ് ദാറ്റ് ദി എന്താ പറയുക, ലാർവേ ടേൺസ് ഇൻടു എ ഗ്ലാസ് ലൈക്ക് സ്റ്റേറ്റ്, preventing the formation of ice crystals that would otherwise destroy them. ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡയറക്ട്ലി കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവും. ഐസ് ക്രിസ്റ്റൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡെട്രിമെന്റൽ ടു ദി കോറൽ ക്രിസ്റ്റൽ, സംതിങ് ദാറ്റ് വി ആർ ട്രൈങ് ടു പ്രൊട്ടക്ട്. അതിൽ തന്നെ ഡെട്രിമെന്റൽ ആവും. അപ്പോൾ അതാവാതിരിക്കാൻ നമ്മുടെ ഒരു ഗ്ലാസ് ലൈക്ക് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു വിട്രിഫിക്കേഷൻ പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ആൻഡ് ടു റിട്രീവ് ദ സാധനം നമ്മളൊരു ഭയങ്കര സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ലേസർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ അതിനെ തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാം ചെയ്യുന്ന സമയത്ത് അത് ഉരുകി പോകും. ആൻഡ് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ടു അവോയ്ഡ് ദ റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രാജുവലി അതിനെ സീ വാട്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതുവഴി നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള കോറൽസിനെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് പ്രാക്ടീസിനെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തൊരു ആർട്ടിക്കിലേക്ക് വേഗം പോകുകയാണെന്നുണ്ടെങ്കിൽ 2 പ്ലേസസ് ന്യൂസ് ഇതിന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു, പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററും ആർമി ചീഫും ഒക്കെ ഇവിടെ US പോയി ഭക്ഷണം കഴിച്ചു, അങ്ങനെ ചെയ്തു. അവരൊരു പുതിയ മറ്റേ ഓയിൽ മിനറലൊക്കെ ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ത്യനെ ചൊറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഇന്ത്യനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് ബേസിക്കലി അതും എന്റെ പാർട്ടായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നോബഡി ഹാസ് എന്താ പറയാ വൗച്ച്ഡ് ഫോർ ഇറ്റ്. അതൊരു US പറയുന്നില്ല, പാകിസ്ഥാനും പറയുന്നില്ല. ബട്ട് സം ന്യൂസ് റിപ്പോർട്ട്സ് ആർ ക്ലെയിമിംഗ് ദാറ്റ് ഇവിടെ ഒരു പസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ട് ടൗൺ ഉണ്ട്. ആ ഒരു പോർട്ടാണ്, ഫിഷിംഗ് ടൗണിനെ അവർ എന്താ പറയുക ഈ ഒരു US വേണ്ടി കൊടുക്കാൻ പോവുകയാണ് പാകിസ്ഥാൻ. ബിക്കോസ് അവർക്ക് കുറെ മിനറൽസിന്റെ കുറെ ഡീലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മിനറൽസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പോർട്ടിന്റെ ആക്സസ് US വേണ്ടി കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ദിസ് ഇസ് ആക്ച്വലി സിറ്റുവേറ്റഡ് നിയർ ഗവദർ പോർട്ട്. നമ്മളത് കണ്ടിരുന്നു. നമ്മൾ ഈ ചബഹാർ പോർട്ട് ഇറാൻ നമ്മൾ പറയുന്ന സമയത്ത് ഗവദർ പോർട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് പാകിസ്ഥാനിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഡെവലപ്പ് ചെയ്യുന്നത് ചൈനീസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പസ്നി പോർട്ട് എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ അറേബ്യൻ സീയിലാണ്, പാകിസ്ഥാനാണ് ഈ പസ്നി പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സാറ്റർഡേ വന്ന ഒരു ചെറിയൊരു ഇതായിരുന്നു, ഒരു കൻഹ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കൻഹ ടൈഗർ റിസർവ് അങ്ങനെ പല ടൈഗർ റിസർവ് വരുമ്പോഴത്തേക്കും അത് എന്ത് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് മധ്യപ്രദേശിലാണ് കൻഹ ടൈഗർ റിസർവ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു മാപ്പ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ള സത്പുര ടൈഗർ റിസർവ്, പെഞ്ച് ടൈഗർ റിസർവ്, കൻഹ എവിടെയാണുള്ളത്, പന്ന ടൈഗർ റിസർവ്, ഇതൊക്കെ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടൈഗർ റിസർവ്സ് ആണ് ഈ പന്ന ടൈഗർ റിസർവ് എന്നൊക്കെ പറയുന്നത്. വീരാങ്കണി, ദുർഗാവതി, ഈ സഞ്ജയ് ദുബറി ടൈഗർ റിസർവ്, ഈ രീതിയിൽ നമ്മൾ റിപ്പീറ്റഡ്ലി കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് വി കുഡ് അസോസിയേറ്റ് ഇറ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ദെയർ എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ രീതിയിൽ പ്ലേസസ് ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ സെർച്ച് ഫോർ ദി മാപ്പ് നമ്മൾ കാണുന്നതോറും നമുക്കത് ഓർത്ത് വെക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് ഓൾവേസ് ഞാൻ എടുക്കുന്ന സമയത്ത് സമയം കൂടുന്നത് പോലെ തന്നെ കൂടിയിട്ടുണ്ട്. പക്ഷേ വീൽ റീക്യാപ്പ് വാട്ട് ഓൾ വി ഹാവ് ലേൺഡ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഡാർജിലിംഗിന്റെ കാര്യമാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ ഉണ്ടാകുന്ന ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ എസ്പെഷ്യലി ഇൻ ദ ഹിമാലയൻ റീജിയൻ ആസ് സച്ച് ഫുള്ളി. അപ്പോൾ അതിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പോപ്പുലേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, അവിടെ ഡെവലപ്മെന്റ് അൺസസ്റ്റൈനബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം. ആൻഡ് പിന്നെ ക്രൗഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റ്, സയന്റിഫിക് ക്രൗഡ് കൺട്രോൾ മാനേജ്മെന്റിന്റെ കാര്യമാണ്. അതിന് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അതെന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സർക്രീക്ക് റീജിയന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ താൽവെക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് എന്താണെന്നുള്ള കാര്യം, എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ആക്ച്വലി വേറെ എന്താ കണ്ടത്, കോറൽ ലാർവേ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. കോറൽ ലാർവേ, ക്രയോ ബാങ്ക് എന്നുള്ള പറയുന്ന സാധനം,
ഇത് ബേസിക്കലി കണ്ടത് ഫിലിപ്പൈൻസിലാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്ലേസസ് ഇൻ ന്യൂസ് ആയിരുന്നു ആക്ച്വലി നമ്മൾ കണ്ടത്. പസ്നി പോർട്ട് നമ്മൾ കണ്ടു, കൻഹ ടൈഗർ റിസർവും കണ്ടു. ഇത്രയാണ് നമ്മൾ ഇന്ന് മേജർലി ഡിസ്കസ് ചെയ്തത്. വേറെ കുറേ ആർട്ടിക്കിൾസുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. മേ ബി ഞാൻ അല്ലെങ്കിൽ അനശ്വര മാം ആയിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് ഹിന്ദുവിൽ വന്നിട്ടുള്ള ചില നമ്മുടെ ടെക്സ്റ്റൽ കോണ്ടക്സ്റ്റിൽ 3 നല്ല സാധനങ്ങളാണ്. അറിയാലോ, നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീക്ക് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാൻ വലിയ ആർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്കത് സബ്സീക്വന്റ് ഡേയ്സിൽ നമുക്കത് എടുക്കാം കേട്ടോ. സോ ഹോപ്പ് ടു മീറ്റ് യു സൂൺ. സോ അൺടിൽ ദാറ്റ്, ഗുഡ് ബൈ.